ഹായ്, നമ്മൾ പരിശുദ്ധാത്മാവും ബിസിനസ്സും. വാസ്തവത്തിൽ നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ മീറ്റിംഗ് കൂടുമ്പം നമ്മൾ കേൾക്കുന്ന വലിയൊരു കാര്യമാണ്, നമുക്ക് ഹോളി സ്പിരിറ്റുമായിട്ടൊരു കൂട്ടായ്മ വേണം നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മളൊരു കാര്യസ്ഥനായിട്ട് കർത്താവ് തന്നതാണ് പരിശുദ്ധാത്മാവിന്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബിസിനസ്സിലോട്ട് വരുമ്പം എവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം നമ്മുടെ ബിസിനസ്സിൽ? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പലപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ വലിയ ട്രാജഡികൾ വരാൻ കാരണം, വലിയ സാമ്പത്തിക ലോസ് വരാൻ കാരണം, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പല സ്റ്റെപ്പുകളും പാളിപ്പോകാൻ കാരണം, അല്ലെങ്കിൽ നേരെ തിരിച്ച് വലിയ സക്സസ് ഉണ്ടാകാൻ കാരണം, നമ്മൾ പോലും ചിന്തിക്കാത്ത വാതിലിൽ ബിസിനസ് തുറക്കാനൊക്കെ കാരണം ഈ പരിശുദ്ധാത്മാവും അവൻ്റെ വിസ്റ്റവുമാണ്. ഒരിക്കലും ഒരു ദൈവ മകൻ അല്ലെങ്കിൽ ഒരു ബിലീവർ ഹോളി സ്പിരിറ്റിനെ കൂടാതെ ബിസിനസ് ചെയ്യാൻ നോക്കരുത്. ഹോളി സ്പിരിറ്റ് നമുക്ക് വേണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഹോളി സ്പിരിറ്റിനെ എത്രത്തോളം നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് ബിസിനസ് വലിയ ഹൈറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. സൗണ്ട് ഇന്ന് തൊട്ട്, ഇന്നൊരു പുതിയ ദിവസമാണ്, മൺഡേ ആണ്, ഒരു വീക്കിൻ്റെ ഫസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. നമുക്ക് ഇന്ന് തൊട്ട് ഈ ഒരാഴ്ച മുഴുവനും ഹോളി സ്പിരിറ്റിനെ ആശ്രയിച്ച് ബിസിനസ് ചെയ്ത് നോക്കാം. വെൻ വി ടേക്ക് ഡിസിഷൻസ്, വെൻ വി ടോക്ക് ടു പീപ്പിൾ, അല്ലെങ്കിൽ വെൻ വി നമ്മൾ ഒരു പുതിയ പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഹോളി സ്പിരിറ്റിനോട് പ്രാർത്ഥിച്ച് ആ വിസ്റ്റത്തിലൊന്ന് ചെയ്ത് നോക്കാം. ഐ ഹോപ്പ് ഈ വീക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓൺടർപ്രണർഷിപ്പ് ലൈഫിൽ തന്നെ ഒരു എക്സ്ട്രോണറി വീക്കായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പോലും ചിന്തിക്കാത്ത വാതിലുകൾ തുറക്കുന്ന വീക്ക്, ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്ന വീക്ക്, വലിയ ഓപ്പണിങ്സ് ഉണ്ടാകുന്ന വീക്ക് ആകുമെന്ന് വിശ്വസിക്കുന്നു. അത് ഉറപ്പാണ്. കാരണം ഹോളി സ്പിരിറ്റിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ പരാജയപ്പെടത്തില്ല. ഗോഡ് ബ്ലെസ്.